ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്കി ഇൻഡെക്സ് ആണ്. ആദ്യം നോക്കുന്നത് എന്താണ് ഗ്രീൻ ഇൻഡെക്സ്. The World Bank's Environmentally Sustainable Development Division has developed the Green Index. അപ്പോൾ ഈ ഗ്രീൻ ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് എന്ത്? എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡിവിഷൻ. It measures a nation's wealth by using a new system of measurement as contrasted to the prevalent system which measures wealth according to the GNP per capita. അപ്പോൾ ഇവിടെ രാജ്യത്തിൻ്റെ വെൽത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു മെഷർമെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മുൻപുണ്ടായിരുന്ന ഏതാണ്? GNP പെർ ക്യാപിറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ കാലഘട്ടങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ വെൽത്ത് മെഷർ ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ഗ്രീൻ ഇൻഡെക്സിൽ വരുന്നത്. The new system attaches a dollar value to each of the three components. അപ്പോൾ ഗ്രീൻ ഇൻഡെക്സ് കണക്കാക്കുന്നതിന് 3 കമ്പോണൻസ് ആണ് വരുന്നത്. ആ 3 കമ്പോണൻസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പുതിയ രീതി പ്രകാരം ഒരു ഡോളർ വാല്യൂ അല്ലെങ്കിൽ ഡോളറിൽ ഒരു മൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 3 കമ്പോണൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ് പ്രൊഡ്യൂസർ അസറ്റ്സ്, രണ്ടാമത്തെ കമ്പോണൻ്റ് നാച്ചുറൽ റിസോഴ്സസ്, മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. ഇവിടെ പ്രൊഡ്യൂസർ അസറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെട്ട അസറ്റുകൾ. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് മനുഷ്യ വിഭവമാണ്. പുട്സ് എ പ്രൈസ് ടാഗ് ഓൺ പ്രൊഡ്യൂസർ അസറ്റ്സ് ദ സം ഓഫ് ആൾ മെഷീനറി ഫാക്ടറീസ് റോഡ്സ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇവിടെ എന്താണ്? പ്രൊഡ്യൂസർ അസറ്റ്സിനും അതുപോലെ തന്നെ മെഷീനറി ഫാക്ടറീസ് റോഡ് മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കൂട്ടം അല്ലെങ്കിൽ ആകെ തുക അതിനെന്ത് ചെയ്യാണ്? ഒരു പ്രൈസ് ടാഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് അസൈൻസ് ആൻ എക്കണോമിക് വാല്യൂ ടു ലാൻഡ്, വാട്ടർ, ടിമ്പർ, മിനറൽസ് ആൻഡ് ആൾ ദി നാച്ചുറൽ റിസോഴ്സസ്. അതുപോലെ ഭൂമി, ജലം, വനം, ടിമ്പർ മീൻസ് തടി അല്ലെങ്കിൽ മരം, മിനറൽസ് മറ്റുള്ള പ്രകൃതി വിഭവങ്ങൾ, അവർക്കൊക്കെ എന്താ നൽകുന്നത്? ഒരു എക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ സാമ്പത്തിക മൂല്യമാണ് നൽകുന്നത്. ഇറ്റ് ലുക്സ് അറ്റ് ദ ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ, ദ എഡ്യൂക്കേഷണൽ ലെവൽസ് ആൻഡ് ദ റേഞ്ച് ഓഫ് സ്കിൽസ്. ഇനി ലഭ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസ നിലവാരം അതുപോലെ തന്നെ സ്കില്ലിൻ്റെ ഒരു വ്യാപ്തി എന്നിവയാണ് പരിഗണിക്കുന്നത്. ഇറ്റ് ദെൻ കാൽക്കുലേറ്റ് ദ ട്രൂ എസ്റ്റിമേറ്റ് ഓഫ് എ കൺട്രീസ് വെൽത്ത്. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ട്രൂ എസ്റ്റിമേറ്റ്, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. On Green Index, India with a per capita wealth of $4,300 is ranked 20th from the bottom among the group of 192 countries. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രീൻ ഇൻഡെക്സ് കണക്കാക്കുന്നതിന് വേണ്ടി 192 രാജ്യങ്ങളെയാണ് പരിഗണിക്കുന്നത്. അതിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ 20ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ വെൽത്ത് എന്ന് പറയുന്നത് $4,300 ആണ്. While Australia at $835,000 top at the list and Ethiopia at $1,400 appears at the bottom. അപ്പോൾ ഈ 192 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ ഒരു ആവറേജ് വെൽത്ത് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ വെൽത്ത് എന്ന് പറയുന്നത് $8,35,000 ആണ്. അതുപോലെ ഏറ്റവും താഴെ നിൽക്കുന്നത് എത്തോപ്യ എന്ന് പറയുന്ന രാജ്യമാണ്. അവരുടെ വെൽത്ത് എത്രയാണ്? $1,400 മാത്രമേ വരുന്നുള്ളൂ. ദ വേൾഡ് ആവറേജ് ഈസ് അറ്റ് $86,000. അപ്പോൾ വേൾഡ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഇൻഡെക്സ് പ്രകാരം വെൽത്ത് എങ്ങനെയാണ്? $86,000 ആണ്. Besides these conventional indices, the Human Development Report 2010 introduced 3 new indices. അപ്പോൾ നമ്മൾ ഈ 12 ഇൻഡെക്സുകൾ പറഞ്ഞത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ ഒരുപാട് പഴയ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സുകളാണ്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യാണ്? 2010 3 ഇൻഡെക്സുകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് ഇൻഇക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, രണ്ടാമത്തത് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ്, മൂന്നാമത്തത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇനി നമുക്കതിൻ്റെ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ഇൻഇക്വാളിറ്റി അഡ്ജസ്റ്റഡ് HDI. Inequality adjusted HDI is a measure of the average level of human development of people in a society once inequality is taken into account. സമൂഹത്തിലുള്ള ജനങ്ങളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ വികസനത്തിൻ്റെ ആവറേജ് ലെവലിനെ തന്നെയാണ് ഏത് മെഷർ ചെയ്യുന്നത്? IHDI മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് പരിഗണിക്കുന്നുണ്ട്? ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പരിഗണിക്കുന്നുണ്ട്. Under perfect equality, the HDI and IHDI
ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ഈക്വാളിറ്റി ആണെങ്കിൽ, പൂർണ്ണമായും സമത്വമാണെങ്കിൽ, ആ രാജ്യത്തിൻ്റെ HDIയും അതുപോലെ തന്നെ IHDIയും ഈക്വൽ ആയിരിക്കും. ദ ഗ്രേറ്റർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു, ദ ഗ്രേറ്റർ ദ ഇൻഇക്വാളിറ്റി. HDIയും IHDIയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഏത് കൂടുതലായിരിക്കും? ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം കൂടുതലായിരിക്കും. When there is inequality in the distribution of health, education and income, the HDI of an average person in a society is less than the aggregate HDI. ഒരു സമൂഹത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇൻകം ഇതിൻ്റെ വിതരണത്തിൽ ഒരു അസമത്വം വരികയാണെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ, ശരാശരി ജനങ്ങളുടെ HDI എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് HDIയേക്കാൾ കുറവായിരിക്കും. ദ ലോവർ ദ IHDI, ദ ഗ്രേറ്റർ ദ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? IHDI വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ സമൂഹത്തിനകത്ത് ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ഇൻഡെക്സ് ആണ് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് ഓർ GII. The Gender Inequality Index is also built on the same framework as the HDI and IHDI to better expose differences in the distribution of achievement between men and women. Equality Index എന്ന് പറയുന്നത് HDI അതുപോലെ IHDI ഈ രണ്ട് ഇൻഡെക്സുകളുടെ സെയിം ഫ്രെയിംവർക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള അച്ചീവ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിതരണത്തിൻ്റെ ഒരു വ്യത്യാസത്തെ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. വുമൺ ആൻഡ് ഗേൾസ് ആർ ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ദി ലേബർ മാർക്കറ്റ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ വിപണി എന്നീ മേഖലകളിൽ സ്ത്രീകളും അതുപോലെ പെൺകുട്ടികളും വിവേചനം നേരിടുന്നുണ്ട്. ദ GII ഈസ് എ മെഷർ ദാറ്റ് ക്യാപ്ചർ ദ ലോസ് ഇൻ അച്ചീവ്മെൻറ്റ്സ് ഡ്യൂ ടു ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ ദ ഡയമെൻഷൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എംപവർമെൻറ്റ് ആൻഡ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എംപവർമെൻറ്റ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ മേഖലയിലൊക്കെ വരുന്ന ജെൻഡർ ഡിസ്പാരിറ്റീസ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വിവേചനം കാരണം അവരുടെ അച്ചീവ്മെൻറ്റിലുണ്ടായ ലോസിനെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്? ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് ക്യാപ്ചർ ചെയ്യുന്നത്. വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0നും 1നും ഇടയ്ക്കാണ്. ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പെർഫെക്റ്റ് ഈക്വാളിറ്റി ആണ്. ദർ ഇസ് നോ ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ ദി സൊസൈറ്റി. അത് 1 ആണെങ്കിൽ എന്താണ് അർത്ഥം? ടോട്ടൽ ഇൻഇക്വാളിറ്റി, അവിടെ മൊത്തത്തിൽ അസമത്വമാണ്, ഇൻഇക്വാളിറ്റിയുടെ തോത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെയാണ് എന്ത് പറയുന്നത്? ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഡെക്സ് ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഓർ MPI. ലൈക്ക് ഡെവലപ്മെൻറ്റ്, MPI ഈസ് ആൾസോ മൾട്ടി ഡയമെൻഷണൽ. ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം പോലെ തന്നെ പോവർട്ടി എന്ന് പറയുന്നതും ഒരു മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള കൺസെപ്റ്റാണ്, ബഹുമുഖമായിട്ടുള്ള കൺസെപ്റ്റാണ്. The MPI is a measure of serious deprivation in the dimensions of health, education and living standards. ജീവിത നിലവാരം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയ മേഖലയിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇല്ലായ്മകളെ കുറിച്ചാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. വിച്ച് കമ്പൈൻസ് ദ നമ്പർ ഓഫ് ഡിപ്രൈവ്ഡ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ ഡിപ്രിവേഷൻ. അപ്പോൾ ഇവിടെ ഏതെല്ലാം കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ മേഖലയിലാണ് ഇല്ലായ്മകളുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത എത്രയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് മണി ബേസ്ഡ് മെഷേഴ്സ് ബൈ കൺസിഡറിങ് മൾട്ടിപ്പിൾ ഡിപ്രിവേഷൻ ആൻഡ് ദെയർ ഓവർലാപ്പ്. ഇപ്പോൾ ഇത് എന്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്? മണി ബേസ്ഡ് മെഷേഴ്സിന് പകരമായിട്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ദാരിദ്ര്യം അളക്കുന്നതിന് പകരമായിട്ട് മൾട്ടിപ്പിൾ ഡിപ്രിവേഷനും അതിൻ്റെ ഓവർലാപ്പുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. ദ ഇൻഡെക്സ് ഐഡൻറ്റിഫൈസ് ഡിപ്രിവേഷൻ അക്രോസ് ദ സെയിം 3 dimensions ആസ് ദ HDI. അപ്പോൾ HDIയിൽ പറയുന്ന 3 കമ്പോണൻസ് അതേ ഡയമെൻഷനിലൂടെ തന്നെയാണ് ഈ ഒരു ഇൻഡെക്സും എന്ത് ചെയ്യുന്നത്? ഡിപ്രിവേഷൻ അല്ലെങ്കിൽ ഇല്ലായ്മകളെ കണ്ടെത്തുന്നത്. ഷോസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ പുവർ. ഇവിടെ ഏതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ എണ്ണം. ആൻഡ് ദ നമ്പർ ഓഫ് ഡിപ്രിവേഷൻ വിത്ത് വിച്ച് പുവർ ഹൗസ് ഹോൾഡ് ടിപ്പിക്കലി കണ്ടന്റ്. അതുപോലെ ഏതൊക്കെ മേഖലയിലാണ് ഇവർ കൂടുതലായിട്ട് ഇല്ലായ്മകൾ അനുഭവിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും മെഷറുകളാണ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.